82 നാട്ടു തെറസ മൂത്തടുത്ത് അക്കാലത്തുണ്ടാവണ്. ആ 82 കോട്ടപ്പുറം സംവാദം ഞാൻ പങ്കെടുത്തോന. അവസാനം അങ്ങോട്ട് വാഷളായി. പിന്നെ ബദരീങ്ങൾക്കൊരു യാസീൻ ഓതി വരുന്നാണ്ട പിരിഞ്ഞ്. അങ്ങനെ ജനം വിടൂല. കാരണം എന്ത് മറുപടി അറിയാൻ കഴിഞ്ഞില്ല. ശിർക്കിന്റെ നിർവചനം എന്താന്ന് പറയാനാണ് കഴിഞ്ഞില്ല. ഇത് ഇവിടുത്തെ രാഷ്ട്രീയ ലോബിയെ ചൊടിപ്പിച്ചു. നീ പറയണ കുറച്ചും കൂടി ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അതിന് എനിക്ക് നിങ്ങളാരും പേടിയില്ല. ഇവിടെ കുറച്ച് രാഷ്ട്രീയ ലോബിക്ക് അതാണ് പിടിച്ചില്ല. കാരണം വഹാബി തകരുന്നത് അവർക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം അവരുണ്ടാക്കിയത് ഐക്യസംഘം ഉണ്ടാക്കിയ ആൾ തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ഉണ്ടാക്കിയത്. അതിലൊന്നും എഴുതപ്പുറങ്ങൾ വായിക്കരുത്. സത്യമാണല്ലോ. ഇപ്പൊ നമുക്ക് കുറച്ച് ആളുകൾക്ക് കച്ചവടം തീരാത്തതുകൊണ്ട് രാത്രിയാകുന്ന ഇഷ്ടമില്ലെങ്കിലും രാത്രി ആയിട്ടുണ്ടല്ലോ. പുതിയ പെണ്ണിട്ടിയ ആളുകൾക്ക് സുബയാകണ ഇഷ്ടം ഉണ്ടാവില്ല. സുബയായി എന്നുള്ള സത്യല്ലേ. സലാത്തു ഖൈറും മിനന്നൗം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ചങ്ങായി പറഞ്ഞു. അപ്പോഴാണ് അപ്പളയും പുതിയൊന്നും പറഞ്ഞു. ഞങ്ങളിന്ന് ഉറങ്ങിയിട്ടില്ലല്ലോ മറ്റാക്ക്. ഞങ്ങളവിടെ അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറയാം. വഹാബികൾ തകർന്നത് രാഷ്ട്രീയക്കാർക്ക് സഹിച്ചില്ല. 982 ശേഷം അവർ കളി തുടങ്ങി. ആ കളിയിൽ 984-85 ആയപ്പോഴത്തേന് മാനായ ശൈഖുനാ ശംസുൽ ഉലമയും AP അബൂബക്കർ മുസ്ലിയാരെയും തെറ്റിച്ചു. ഇതാണ് സത്യം. ആരാണ് തെറ്റിച്ചത്? ചന്ദ്രിക ദിനപത്രം. ആരാണ് ഫിത്ന ഉണ്ടാക്കിയത്? ചന്ദ്രിക ദിനപത്രം. അതങ്ങനെയാണ്. അതൊരു വസ്തുത പറയാണ്. ഇതൊന്നും ആരും കുറ്റല്ല, നേര് പറയാം. തകർന്നു. സുന്നികൾ രണ്ടായി. 980-85 ശേഷം വഹാബികളെ പ്രതിരോധിക്കുന്ന പണി നമ്മൾ നിർത്തി. നമ്മൾ തമ്മിൽ ചീത്ത പറയാൻ തുടങ്ങി. അതിനിടയിൽ അവർ വളർന്നു. നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നു. പണ്ട് പാണക്കാട്ട് വഹാബികൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പാണക്കാട്ട് തങ്ങന്മാരെ കൂട്ടത്തിലും വഹാബികൾ കയറിക്കൂടി. ഏതൊരാൾക്കെതിരെയാണോ സമസ്ത ഉണ്ടാക്കിയത് അയാളുടെ ജീവചരിത്രം പാണക്കാട്ടത്തങ്ങൾ പ്രകാശനം ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ദുരന്തം എന്താണ് സമസ്തക്കാരാ ഉള്ളത്? നിനക്ക് എന്തഭിമാന 100ാം വാർഷികം നടത്താൻ? ഇത്ര അധോഗതി 980 വരെ ഉണ്ടായിട്ടില്ല. ഇതിനപ്പുറം പറഞ്ഞാൽ നമ്മൾ തമ്മിൽ തെറ്റും. ഞാൻ പറയും, എനിക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്. ഇനി ബാക്കി നമുക്ക് വീണ്ടും തുടരും. കാലത്തുണ്ടായിരുന്നു ബൊമ്മനും മോളിയല്ല, എന്താ പറയാ, പിന്നെ നോവലുകൾ. അത് നോവല് കുറച്ചുണ്ട് എഴുതിയാണ്ട് പറയാ തുടരുന്നു. ഞാൻ പിന്നെ തുടരും. കൂടുതൽ പറയണ്ട. ഇതൊന്നുമല്ല വിഷയം. ഇതിൻ്റെയൊക്കെ അപ്പുറമുണ്ട്. നമ്മളെ രണ്ടൂട്ടരും തെറ്റിച്ചു. ആരാ തെറ്റിച്ചത്? രാഷ്ട്രീയക്കാരെന്നാൽ വഹാബികൾ. അവരെ നന്നാക്കിയെടുക്കാൻ കഴിയൂല. കഴിയേയില്ല, ഒരിക്കലും കഴിയില്ല. ആ ദുരന്തം നമ്മൾ അനുഭവിക്കാം. ഇതൊന്നുമല്ല പറയാനുള്ളത്, ഇതിൻ്റെ അപ്പുറം പറയാണ്ട്. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ പർപ്പസ്, ബേസിക് പർപ്പസ് അതെന്താണ്? അതിന്മേൽ പണിയെടുക്കാൻ 980 ശേഷം സമസ്തക്ക്, 80കൾ അതായത് 85 ശേഷം സമസ്തക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? തമ്മിൽ തല്ലിച്ചു. അപ്പൊ യഥാർത്ഥ ലക്ഷ്യത്തിൽ പണിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. പിന്നെ നമ്മളൊപ്പം കൂടിയ ആളുകൾ നമുക്ക് ആത്മാർത്ഥമായി പണിയെടുക്കാൻ അവർക്ക് ഇഷ്ടമല്ല.